ഞങ്ങളധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല വാത്സല്യ പിതാവേ, അപ്പച്ചായി അതിരാവിലെ സമയത്തെ ഓർത്ത് തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ, അവർക്ക് വേണ്ടി വെടിപ്പിൽ നിൽക്കുവാൻ കർത്താവെ നേടി നീ ഭാഗ്യം തന്നതിനായി സ്തോത്രം. ദൈവമേ, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ സന്നിധാനത്തിൽ നിന്ന് നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോട് വേദനയോട് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആരുടെയും സഹായമില്ലാതെ നിസ്സഹായരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ സ്തോത്രം, ക്ഷീണിതരായിരിക്കുന്നവർ, ബലഹീനരായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, കണ്ണുനീരോടിരിക്കുന്നവർ, മുറിവേറ്റവർ, കർത്താവെ പട്ടിണി കിടക്കുന്നവർ, എല്ലാവരും താമേ കൈവിട്ടവർ, തളർന്നവർ, വെറുക്കപ്പെട്ടവർ എല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട് കർത്താവെ. അവരുടെ എല്ലാം അപ്പച്ചാതിൻ്റെ പാദത്തിൽ ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പച്ചാതിൻ്റെ പാദപെടുത്തി കൊണ്ടുവയ്ക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ. ഒരുത്തരെയും കൈവിടരുതപ്പച്ച, ഒരുത്തരെയും മറക്കരുതപ്പച്ച, ഒരുത്തരെയും വേണ്ട എന്ന് തള്ളിക്കളയരുതപ്പച്ച. ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ അപ്പച്ച. ഞങ്ങളോടൊന്ന് മനസ്സലിയണം അപ്പച്ച. ഞങ്ങളെല്ലാം പാപികളാണ്, ഞങ്ങളെല്ലാം അനീതി ചെയ്തവരാണ്, കുറ്റം ചെയ്തവരാണ് അപ്പച്ച. നിന്നെ മുറിവേൽപ്പിച്ചവരാണ്. നിന്റെ കണ്ണിന് കർത്താവേ നിനക്ക് വേദന കൊടുത്തത് മക്കളപ്പച്ച. ഞങ്ങളോടൊന്ന് മനസ്സലിയണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ അകത്തും പുറത്ത് ഞങ്ങളെ കഴുകി നിന്റെ ഹൃദയത്തിന് ഏറ്റൊരു പാത്രമായി ഞങ്ങളെ മാറ്റണമെന്ന് നിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പച്ച. ഇന്നേക്ക് പകൽ മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങളോട് നിന്റെ കരുണ ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾ പോകുന്നിടത്തെല്ലാം, തിരുമ്പുന്നിടത്തെല്ലാം, ജോലി ചെയ്യുന്നിടത്തെല്ലാം കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കാവലും ഇരിക്കണം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, അവരെല്ലാം കർത്താവ് സൂക്ഷിക്കണം. കമ്പനികളിൽ, പ്രൈവറ്റ് കമ്പനികളിൽ കൂലി വേലയ്ക്ക്, മറ്റ് പലവിധപ്പെട്ട ജോലിക്ക് പോകുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ കർത്താവേ സ്തോത്രം. ഗവൺമെൻറ് ജോലിക്കാരുണ്ടല്ലോ, വാഹനം ഓട്ടുന്നവരുണ്ടല്ലോ, ഫ്ലൈറ്റ് ഓട്ടുന്നവരുണ്ടല്ലോ, ട്രെയിൻ ഓട്ടുന്നവരുണ്ടല്ലോ, എല്ലാ രീതിയിലുമുള്ള കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലുണ്ടല്ലോ കർത്താവേ. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു കണ്ണുനീരോടി പ്രാർത്ഥനയെ കർത്താവേ സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇതുവരയ്ക്കും ഇല്ലാത്തൊരു ദൈവ സമാധാനം, ദൈവയുടെ ഒരു ആനന്ദം, ദൈവത്തിൻ്റെ ഒരു സന്തോഷം നദി പോലെ അലയലയായി ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ വെച്ച. അത് കടന്നു വരുമ്പോൾ ഹൃദയത്തിരിക്കുന്ന ഭയം, അന്ധകാരം, ഇരുൾ, പാപം, ശാപം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വെളിയെ പോകണം. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷിക്കണം, ആനന്ദിക്കണം. ദൈവകൃപയിലെ കുഞ്ഞുങ്ങൾ നിൽക്കണം, സത്യത്തിനകത്ത് കുഞ്ഞുങ്ങൾ നിൽക്കണം. സത്യത്തിൻ്റെ മേൽ, വചനത്തിന് മേൽ വേരുപാഞ്ഞ കുഞ്ഞുങ്ങളെ കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഒരുത്തരെയും മറക്കരുതേ, ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ എന്നെ ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വാഴ്ത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1222 ദിവസത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി നമ്മളെ നടത്തും. 2 വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നലെ നമ്മൾ 72 സങ്കീർത്തനത്തിൻ്റെ 4 അതിൻ്റെ 2, 3 വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്ന് അതേ 72 സങ്കീർത്തനത്തിന് 12, 13 വാക്യങ്ങൾ ധ്യാനിക്കാൻ പോകണം. 72 സങ്കീർത്തനം 12, 13 വാക്യം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ഇന്ന് ആരാ ദൈവത്തിനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കരച്ചിലിന് മറുപടി ഉണ്ടെന്ന് ഇവിടെ പറയുന്ന കണ്ടോ? ദൈവത്തിന് സ്തോത്രം, ആമേൻ. അവിടെ പറയാൻ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും. നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ ഇപ്പം നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണോ? പേടിക്കണ്ട, ദാരിദ്ര്യം കഴിഞ്ഞു. കർത്താവ് ഇറങ്ങി വരികയാണ്. തൻ്റെ കരം അവിടെ ചലിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കരച്ചിൽ ദൈവം കേട്ടു. നിങ്ങളുടെ കണ്ണുനീര് ദൈവം തമ്പുരാൻ കണ്ടു. നിങ്ങളുടെ വ്യാകുലം കർത്താവിന് മനസ്സിലായി. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നത്, നിങ്ങളുടെ കൈകളെല്ലാം ഒന്നുമില്ലാതെ വരണ്ടിരിക്കുന്നത് ദൈവം തമ്പുരാൻ കണ്ടു. ആ ദൈവമാണ് പറയുന്നത്, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? നമ്മുടെ ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണ്, നമ്മളെ രക്ഷിക്കുന്നവനാണ്, നമുക്ക് സഹായം ചെയ്യുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായി സന്തോഷിക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായി ആനന്ദം ഉള്ള മക്കളായി നിങ്ങൾ മാറുമ്പോൾ കർത്താവോട് അത്ഭുതം പ്രവർത്തിക്കും. അടുത്ത് പറയുന്നത്, എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കുന്നു. ഈ ലോകത്തിൽ എളിയവനെയും ദരിദ്രനെയും ആദരിക്കുന്നവർ ആരാ ഉള്ളത്? ഇത് അനേകരുടെ ഭവനത്തിൽ
ദൈവത്തിന് സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും, നല്ല സമ്പന്നമുള്ളവരായിരിക്കും, ഒത്തിരി ഉന്നത സ്ഥാനത്തിലായിരിക്കും, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സ്റ്റൈല് എല്ലാം കാണും, നല്ല ബംഗ്ലാ, നല്ല കാർ എല്ലാം കാണും. അതേ കുടുംബത്തില് കൂടെ പിറന്ന സഹോദരനോ സഹോദരിയോ ഒന്ന് രണ്ടെണ്ണം ഒന്നുമില്ലാതെ ദരിദ്രത്തിനകത്ത് കിടക്കും. കഷ്ടം, പാട്, നിന്ദകൾ, തലചായ്ക്കാൻ ഇടമില്ല, മാറ്റാൻ വസ്ത്രമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ലാതെ അയ്യോ നെടുവീർപ്പിട്ട് തൻ്റെ സഹോദരങ്ങളെല്ലാം ഇപ്പിടി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ജീവിതം വന്നല്ലോ എൻ്റെ ദൈവമേ, എന്നെ അങ്ങ് എടുത്തോണേ, എനിക്ക് എന്തിനൊരു ജീവിതം ഈ ലോകത്തിലെന്ന് പറഞ്ഞ് കരയുന്നവർ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ നമ്മളെ മാക്സിമം നമ്മുടെ സഹോദരങ്ങൾ വിളിക്കത്തില്ല. കാരണം അവരെ പോലെ നമുക്ക് വീടില്ല, അവരെ പോലെ കാറില്ല, അവർ അനുഭവിക്കുന്ന ആഭരണം നമുക്കില്ല, അവരുടുക്കുന്ന വസ്ത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മളൊരു സാധാരണ ഒരു സാധു ആയതുകൊണ്ട് ഏതോ ഒരു പഴയ വസ്ത്രം, ഒരു കിഴിഞ്ഞുപോയ വസ്ത്രം അല്ലെ ഏതോ ഒന്ന് എടുത്തോണ്ടായിരിക്കും നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ചെല്ലുന്നത്. മറ്റുള്ളവരെല്ലാം നല്ല കാറിലോ ഇറങ്ങുന്നു, ശരീരത്തിൽ നല്ല ആഭരണങ്ങളുണ്ട്, നല്ല കാണാൻ നല്ല ചുറ്റുപാടാണ്, നല്ല ഐശ്വര്യമുള്ളവരാണ്, നല്ല പണക്കാരാണ്. അവർക്ക് എന്തോ ഒരു സ്നേഹമായിരിക്കും, എന്തോ ഒരു കെട്ടിപ്പിടിയായിരിക്കും, എന്തോ ഒരു ചിരിയായിരിക്കും. അവരെ വരവേറ്റുകൊണ്ട് ഇരുത്തി അവർക്ക് എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത്. ആണ് ഈ പാവി അവിടെ നിൽക്കുമ്പോൾ അവനെ തിരിഞ്ഞും കൊണ്ട് നോക്കത്തില്ല, അവന് പോയി കൈ കൊടുക്കത്തില്ല. ആരെങ്കിലും കണ്ട ഇത് ആരാന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ചേച്ചിയാണ്, അല്ലെ എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാന്ന് പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ. അവനൊരു കിഴിഞ്ഞ ഒരു വസ്ത്രം ഉടുത്തോണ്ടായിരിക്കും വന്നിരിക്കുന്നത്, ഒരു കിഴിഞ്ഞ ചെരുപ്പിട്ടോണ്ട്, ചിലപ്പോൾ ചെരുപ്പില്ലാതായിരിക്കും വന്നിരിക്കുന്നത്, കഴുത്തിലും കാതിലും ഒന്നും കാണത്തില്ല, അവനൊന്നുമില്ല, അവൻ്റെ ഉടുത്തോണ്ട് അവൻ്റെ ബെക്കത്തെ മറച്ച് അവൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവന് കൈ കൊടുക്കാനോ അവനെ കെട്ടിപ്പിടിക്കാനോ അവിടെ ആരും കാണത്തില്ല. ഇതാണ് ഈ ലോകം. ഇങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ മറക്കരുത്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. എളിയവനെയും ദരിദ്രനെയും എൻ്റെ ദൈവം ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. ദരിദ്രന്മാരുടെ ജീവൻ, ദരിദ്രത്തിൽ നിങ്ങൾ മരിച്ചു പോകത്തില്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്താലും നിങ്ങൾ മരിക്കത്തില്ല. നിങ്ങൾക്ക് ഏത് ആപത്ത് വന്നാലും നിങ്ങൾ മരിക്കത്തില്ല. കർത്താവ് പറയുകയാണ്, ദരിദ്രന്മാരുടെ ജീവനെ ഞാൻ രക്ഷിക്കും. ആഹാരമില്ല, ടോണിക്കില്ല, വിറ്റാമിൻ ഒന്നുമില്ല, ദൈവത്തിന് സ്തോത്രം, അനിമിക്കാണ്, ശരീരം ഒത്തിരി ക്ഷീണതയിലാണ്, എല്ലും തോലുമാണ്, ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ല. നല്ല തണുപ്പാണ്, ഒന്ന് പുതയ്ക്കാൻ നമുക്കൊരു വസ്ത്രമില്ല, ഉടുക്കാനൊരു വസ്ത്രമില്ല, കിടക്കാനൊരിടമില്ല. അങ്ങനെ തകർന്നു കിടക്കുന്നവർ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ജോലി സ്ഥലത്ത് പോയാലും അവിടെ സന്തോഷമില്ല, എവിടെ ഒരു സമാധാനമില്ല, എവിടെ ഒരു മനസ്സിന് നിറവില്ലാതെ സകലതും നഷ്ടപ്പെട്ടു പോയ ഒരു അന്ധനെ പോലെ നിൽക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. നിങ്ങളോട് ഒന്ന് വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവ് പറയാണ്, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. ആദരിക്കുമെന്ന്, വിടുവിക്കുമെന്ന്, ജീവനെ രക്ഷിക്കുമെന്ന്. പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ആരാ? ഒന്നുമില്ലാത്തവൻ, കിടക്കാടമില്ലാത്തവൻ, മാറ്റാൻ വസ്ത്രമില്ലാത്തവൻ, വേളയ്ക്ക് കഞ്ഞി കുടിക്കാൻ കഞ്ഞിവെള്ളം ഇല്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ, അവനെ ആ കർത്താവ് ഇങ്ങനെ മാനിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൽ ബലപ്പെടുക, വചനത്തിൽ ആശ്രയിക്കുക, ഈ വചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക, ഏറ്റെടുക്കുക. എനിക്ക് ഈ വാക്ക് മതി, എനിക്ക് ഈ വാക്ക് മതി. എൻ്റെ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. ആദരവറ്റ നമുക്ക് ആദരവുള്ളൊരു ദൈവമായി ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവനെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ മരണാവസ്ഥയിലാണോ, മരണക്കിടക്കയിലാണോ, മരിക്കുന്നുള്ളത് തീരുമാനമായോ, ആ മരണഭയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ? മരിക്കത്തില്ല. കർത്താവ് പറയുകയാണ് അവിടെ, ദൈവത്തിന് സ്തോത്രം, ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. എൻ്റെ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമീൻ. കർത്താവിന് സ്തോത്രം. അവിടെ തെളിവായിട്ട് പറയുകയാണ്, ആമീൻ, അവരുടെ പ്രാണനെ അവൻ പീഡനയിൽ നിന്നും അവിടെ പറയുന്ന കണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്താ? എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ആദരിക്കാൻ വരുന്നു, നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു, നിങ്ങളെ വിടുവിക്കാൻ വരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തോ ഭയം? ധൈര്യമായിട്ടിരിക്കുക.
മനധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് തുണയുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് കൂട്ടിനുണ്ട്. എൻ്റെ ദൈവം എന്നെ വെറുക്കയില്ല, എന്നെ ഉപേക്ഷിക്കയില്ല, എന്നെ മറക്കുകയില്ല, എന്നെ കൈവിടുകയില്ല. ഞാനൊരു അനാഥ, ഞാനൊരു ഏഴെന്ന് പറഞ്ഞ്, ഒരു സാധു എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയത്തില്ല, എളിയവനെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയത്തില്ല. എനിക്ക് സഹായം അവരുടെ നിന്ന് വരുന്നുണ്ട്. അവരെന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്നുണ്ട്, എന്നെ വിടുവിക്കാൻ, എനിക്ക് അന്നവസ്ത്രം തരാൻ, എനിക്ക് തലചായ്ക്കാൻ ഇടം തരാൻ, എൻ്റെ വേദന മാറ്റാൻ, കണ്ണീര് മാറ്റാൻ ഇതോ ഒരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് അത് മതി, എൻ്റെ യേശു മതി, യേശുവിൻ്റെ ഒരു വാക്ക് മതി. ആ വിശ്വാസത്തോട് നിൽക്കുന്ന എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ പിള്ളകൾ ഒരുത്തരും നശിക്കുവാൻ, തകരുവാൻ ദൈവമേ നീ സമ്മതിക്കൂടാതെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, യേശുവിനായി 1222 ദിവസം ഒരു പ്രാവശ്യം കൂടി അതിരാവിലെ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുവാൻ, ഈ ആലോചന കൊടുക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, തളർന്നു കിടക്കുന്നവർ, താളടിയായി കിടക്കുന്നവർ, മുറിഞ്ഞു കിടക്കുന്നവർ, ഒടിഞ്ഞു കിടക്കുന്നവർ, തകർന്നു കിടക്കുന്നവരെല്ലാം ഇതങ്ങോട്ട് കേട്ട് ചാടി എഴുന്നേറ്റ് എന്നെ വിടുവിക്കുന്നവരത്തിന്, എന്നെ രക്ഷിക്കുന്നവരത്തിന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോട് ആഹ്ലാദത്തോട് ദൈവസന്നിധിയിൽ കാണുവാൻ എൻ്റെ അപ്പച്ചൻ സഹായിക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകം തരാൻ കഴിയത്തില്ലാത്തൊരു നിത്യ സന്തോഷം, സമാധാനം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നാട്ട്. ഒരുത്തരും തകരരുതേ, ഒരുത്തരും ക്ഷീണിതരാകരുതേ, ഒരുത്തരും ലജ്ജിച്ചു പോകരുതേ, ഒരുത്തരും കൈവിട്ടു പോകരുത് അപ്പച്ച. എല്ലാവരുമേലും നിന്റെ കരുണ, നിന്റെ കരം ഒന്ന് ഇറങ്ങി വരട്ടെ അപ്പച്ച. ഒരു വിടുതലിന്റെ കരം, ഒരു അത്ഭുതത്തിന്റെ കരം, അതേ ദൈവം ആശ്വാസത്തിന്റെ കരം, മുറിവുകളെ പൊറിപ്പിക്കുന്ന, കണ്ണുനീരെ തുടയ്ക്കുന്ന, അതേ നിന്റെ കുഞ്ഞുങ്ങളുടെ വേദനകളെ മാറ്റുന്ന, അവരെ അനുഗ്രഹിക്കുന്നവരെ താങ്ങുന്ന, അവരെ വിടുവിക്കുന്ന കരം ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. അവരുടെ മുറിവുകൾ, വേദനകളെല്ലാം മാറുന്നതിനായി സ്തോത്രം. കണ്ണുനീരോട് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവമേ നീ സമാധാനവും സന്തോഷവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്നതിനായി സ്തോത്രം അപ്പച്ച. ഒരുത്തരും കൈവിട്ടു പോകരുത്, ഒരുത്തരും ലജ്ജിതാപാത്രമായി മാറരുത്, ഒരുത്തരും നിന്ദിതാപാത്രമായി മാറരുത്, ഒരുത്തരും തകരരുത്, ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും നിന്റെ സമൂഹം വിട്ടു പോകരുത്, നിന്റെ കർത്താവെ പാദപിടിച്ചത് പോകരുത് അപ്പച്ച. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. കുടുംബത്തിന്റെ വേദനകളെല്ലാം നീ കാണുന്നുണ്ടല്ലോ, നിന്റെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കർത്താവേ സ്തോത്രം ആ കണ്ണുനീർ നീ കാണുന്നുണ്ടല്ലോ ദൈവമേ, അവരുടെ നെടുവീർപ്പ് നീ കാണുന്നുണ്ടല്ലോ, അവരുടെ നെഞ്ച് തകർന്നു കിടക്കുന്ന നീ കാണുന്നുണ്ട്. അയ്യോ, ഞങ്ങളെ നോക്കാനോ ഒന്ന് അന്വേഷിക്കാനോ ഒരുത്തരും ഈ ലോകത്ത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ അനാഥയിലും അനാഥകളാണ്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ് ദൈവമേ. അങ്ങനെയുള്ളവരെല്ലാം ഇപ്പൊ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ധൈര്യം ഉണ്ടാകട്ടും. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നാൾ ഞാൻ ഒന്നുമില്ലാത്തെന്ന് പറയത്തില്ല. എൻ്റെ ദൈവം എനിക്കുണ്ട്, അത് മതി. എൻ്റെ ദൈവം എനിക്കുണ്ട്, അത് മതി. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. എൻ്റെ ദൈവം എനിക്ക് മതി, എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് മാത്രം മതി. ആ ചിന്തയിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ അപ്പച്ച. എൻ്റെ ആ ചിന്തയിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തണമേ അപ്പച്ച. ഒരുത്തരും തകരരുത്, ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും തകർന്നു പോകരുത്, ഒരുത്തരും താളടിയാകരുത് അപ്പച്ച. ഒരുത്തരെയും മറക്കരുത്, ഉപേക്ഷിക്കരുത്, കൈവിടരുത് അപ്പച്ച. ഒരുത്തരെയും കൈവിടരുത് അപ്പച്ച. അപ്പച്ച, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും കൈവിടരുത്, തള്ളിക്കളയരുത്, മറക്കരുത് അപ്പച്ച. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലും, ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും, അവരുടെ ഹൃദയത്തിലും ഇപ്പോൾ ഒരു വലിയ ആഹ്ലാദം ഉണ്ടാകട്ടെ, ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഞാൻ കർത്താവേ സ്തോത്രം വായിച്ച വാക്കിൻപടി അവിടെ നോക്കുമ്പോൾ ആമീൻ ആമീൻ കർത്താവിന് സ്തോത്രം. അവിടെ എന്ത് പറയുന്നു? ഞാൻ നിലവിളിക്കുന്ന ഒരു ദരിദ്രനായിരുന്നു, ഇനി ഞാൻ ദരിദ്രനല്ല. ദൈവം എൻ്റെ ദാരിദ്ര്യം മാറ്റി നിങ്ങൾ വിശ്വസിക്കണം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ആരുടെയും സഹായമില്ലാത്ത നിങ്ങളെ, ദരിദ്രരായിരിക്കും നിങ്ങളെ, എളിയവരായിരിക്കും നിങ്ങളെ കർത്താവ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ വിടുവിക്കാൻ പോകുക. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ വേദനയുടെ മുന്നിൽ, നിങ്ങൾ ആ നെടുവീർപ്പെടുന്ന വിഷയത്തിന്റെ മുന്നിൽ, നിങ്ങൾ തലകുനിഞ്ഞ് നിൽക്കുന്ന വിഷയത്തിന്റെ മുന്നിൽ, തകർന്നു കിടക്കുന്ന വിഷയത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യനെയും കൊണ്ട് ഇത് പരിഹരിക്കുവാൻ ഈ ലോകത്തിൽ ആരെയും കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കൈവിട്ട വിഷയമായിക്കൊള്ളട്ടെ, സാധ്യമാകാത്തതായിക്കൊള്ളട്ടെ. അതെ, സാധ്യമാക്കുവാൻ ഒരുത്തരും നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അരികത്തേക്ക് നടന്നു വരുന്നുണ്ട്, നിങ്ങളെ വിസിറ്റിംഗ് ചെയ്യുകയാണ്, നിങ്ങളെ അന്വേഷിക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീരിൻ്റെ കാര്യം എന്തുവാ, എന്തിനാ ഇവളിങ്ങനെ കരയുന്നു, എന്തിനാ ഇവനിങ്ങനെ കരയെന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ നിൻ്റെ അരികത്തോട്ട് വരികയാണ്. അവൻ്റെ പൊറുക്കര നിൻ്റെ കവിളിലേക്ക് വന്ന് നിൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുകയാണ്. ആ ഓമന കരം കൊണ്ട് നിൻ്റെ കണ്ണുനീരെ തുടയ്ക്കുകയാണ്. ആ മുറിവേറ്റ കരം വന്ന് നിൻ്റെ കണ്ണുനീരെ തുടയ്ക്കുകയാണ്. എൻ്റെ യേശുപ്പച്ച ഒരു പ്രാവശ്യം നിങ്ങളുടെ കണ്ണുനീരെ തുടച്ചെങ്കിൽ പിന്നെ നീ കരയത്തില്ല, നീ കരയേണ്ട ആവശ്യം വരുത്തുമില്ല. എൻ്റെ ദൈവം നോക്കിക്കോളും, എൻ്റെ ദൈവം നിന്നെ നടത്തും, എൻ്റെ ദൈവം നിന്നെ പരിപാലിക്കും, എൻ്റെ ദൈവം നിന്നെ സൂക്ഷിക്കും.
എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ വിശ്വാസം ഹൃദയത്തിലേക്ക് ഒന്ന് വരട്ട്. അടുത്ത് പറയുന്നത് കണ്ടോ, ആമേൻ, എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ഫസ്റ്റ് പറയുന്നത് വിടുവിക്കും, രണ്ടാമത് ആദരിക്കാൻ വരുന്നു. ആദരിക്കും, കർത്താവിന് സ്തോത്രം. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അങ്ങനെയെങ്കിൽ വിടുവിക്കുന്നു, ആദരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളെ രക്ഷിക്കുന്നു. കർത്താവിന് സ്തോത്രം. എത്രമാത്രം ശക്തമായിട്ടാണ് ദൈവത്തിന്റെ ദൂത് അവിടെ വിളിച്ചു പറയുന്നത്. ഏറ്റെടുക്കുക, വിശ്വസിക്കുക, പൂർണ്ണമായി അപ്പച്ചന്റെ പാദത്തിൽ നിങ്ങൾ സറണ്ടർ ആകുക. ഇനി ഒന്നുകൊണ്ട് വിഷമിക്കരുത്, ഒന്നുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്, ഒന്നുകൊണ്ട് തളർന്നു പോകരുത്. നിങ്ങൾക്ക് പരാജയമില്ല, നിങ്ങൾ തോറ്റു പോകത്തില്ല, നിങ്ങളുടെ തല കുനിയത്തില്ല. എവിടെയും നിങ്ങൾ പോയി പാത്രം എടുത്ത് പോയി കൈനീട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പൈസ നിങ്ങൾ കടം മേടിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് വാനത്തിൻ വാതിൽ എൻ്റെ ദൈവം ഇപ്പൊ തുറക്കാൻ പോകുകയാണ്. വറ്റാതൊരു നീരൂറ്റ് കർത്താവ് ഇപ്പൊ തുറക്കാൻ പോകുകയാണ്. ഒരു അത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ മഹത്വമുള്ള കരം ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കവിളിൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീര് ഇതോ ഒരു മുറിവേറ്റ പൊറുക്കരം വന്ന് ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നീ കരയണ്ട, ഇനി ആ വിഷയത്തിൽ നീ കരയണ്ട. പരിഹാരി വന്നു കഴിഞ്ഞു, വിടുവിക്കുന്നവൻ വന്നു കഴിഞ്ഞു, കണ്ണുനീരെ തുടയ്ക്കുന്നവൻ വന്നു കഴിഞ്ഞു, അതിന് പരിഹാരം കൊടുക്കുന്നവൻ വന്നു കഴിഞ്ഞു. ആ ദൈവം നിങ്ങൾക്ക് ഇന്ന് പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ഷീണിക്കരുതേ, തളർന്നു പോകരുതേ, പരിഭ്രമിക്കരുതേ, പുറമോട്ട് പോകരുതേ. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവീൻ. ആമീൻ. എതിർത്ത് നിന്നുകൊണ്ട് പോരാടി ജയിച്ചു വരുവീൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. ഒരപ്പനെ പോലെ, ഒരു അമ്മയെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു നല്ല ഒരു മെയ്പ്പനായി, നല്ലൊരു ഇടയനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. നല്ലൊരു പരമ വൈദ്യനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. നല്ല ഒരു ദൈവമായി നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തകരരുതേ, നിങ്ങൾ ക്ഷീണിക്കരുതേ, നിങ്ങൾ നാണിച്ചു പോകരുതേ. എല്ലാവരും ഈ വാക്യം വിശ്വസിക്കുക, ഈ പ്രാർത്ഥന ഏറ്റെടുക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. കർത്താവേ, നാളെ അനേക സാക്ഷി ഞാൻ കേൾക്കണം, അനേകരുടെ മുറിവുകൾ പൊറുക്കണം, കണ്ണുനീരുകൾ മാറണം. എൻ്റെ യേശു എൻ്റെ ഭവനത്തിൽ വന്നു, എൻ്റെ യേശു എന്നെ കാണാൻ വന്ന് എന്നെ സന്ദർശിച്ചു, എൻ്റെ ദൈവം എന്നെ തൊട്ടു, ഞാൻ സുഖമായി, ഞാൻ വിടുതലയായി. എൻ്റെ സ്ഥിതി മാറി, എൻ്റെ വേദന മാറി, എൻ്റെ കണ്ണുനീര് മാറി, എൻ്റെ വ്യാകുലം മാറി, എൻ്റെ നെടുവീർപ്പ് മാറി, എൻ്റെ പട്ടിണി മാറി, എൻ്റെ ആമീൻ എല്ലാ വേദനകളും രോഗങ്ങളും എന്നെ വിട്ടു മാറി. അപ്പച്ചൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ കിടക്കയെ തൊട്ടു, എന്നെ തൊട്ടു, എൻ്റെ ഭവനത്തെ തൊട്ടു, എല്ലാവരെയും തൊട്ടു. എനിക്ക് വിടുതൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, ആനന്ദത്തോടെ ഇരിക്കുക, ആഹ്ലാദത്തോട് നിന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറണം. അതിനെ താഴ്ത്തുന്നു. പ്രാർത്ഥന അപ്പച്ചൻ ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി ഈ വാക്യത്തെ നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക, ആത്മാവിൽ ആരാധിക്കുക, പ്രാർത്ഥന ഏറ്റെടുക്കുക. ദൈവം നിങ്ങൾക്ക് വിടുതല തന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.